തൊട്ടക്കരി ബ്ലോക്ക് സ്ഥാനാർത്ഥിയായ നമ്മുടെ മനോജ് കണ്ടമാണ് നമ്മളോടൊപ്പം ഉള്ളത്. മനോജ് നോക്കിയാൽ എങ്ങനെയുണ്ട് ഇലക്ഷൻ? വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. ഞാൻ ഉൾപ്പെടുന്ന 8 ബ്ലോക്ക് ഡിവിഷനിൽ പെടുന്ന വാർഡുകളിൽ ഞാൻ പോയിരുന്നു. എല്ലായിടത്തും പോളിംഗ് വളരെ നന്നായിട്ട് തന്നെ പോകുന്നു. രാവിലെ അല്പം മന്ദഗതിയിലായിരുന്നു. ഞാൻ ഉൾപ്പെടുന്ന കൂമന്തോട് വാർഡിലെ 1ാമത്തെ വാർഡിലെ വോട്ടിംഗ് മെഷീനിൽ ചെറിയ ഒരു സാങ്കേതിക തടസ്സം വന്നതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ടാണ് പോകുന്നത്. രാവിലെ ഇന്ന് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് റബ്ബർ ടാപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ആളുകളെല്ലാം രാവിലെ തന്നെ വന്ന് പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുതുതലമുറ നാട്ടിലില്ല എന്നുള്ള ഒരു പ്രശ്നം നമുക്കുണ്ട്. പ്രായമായ ആളുകൾക്ക് ഒന്ന് വോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെറുപ്പക്കാരായ ആളുകൾ നാട്ടിലില്ല. പിന്നെ വളരെ ചെറിയ ഒരു സമൂഹത്തിനെങ്കിലും തെരഞ്ഞെടുപ്പിനോടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് വോട്ട് ചെയ്യുന്നതിനോടൊക്കെ ഒരു നിസ്സംഗതയും എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തോടില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകളോടൊക്കെയുള്ള ഒരു അകൽച്ചയൊക്കെ തോന്നുന്നു. എന്താണെങ്കിലും പോളിംഗ് ശതമാനം പൊതുവെ നന്നായിട്ട് പോകുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ എല്ലായിടത്തും പോയിരുന്നു, 8 വാർഡുകളിലും പോയിരുന്നു. ഈ കരിക്കോട്ടകരിയിൽ 3 വാർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ ആനപ്പന്തിയിൽ 2 വാർഡുണ്ട്. എടപ്പുഴ, ഉരുപ്പുകുറ്റി, ഉരുളയാമ്പറമ്പ്, കമ്പനിനിരത്ത് എല്ലായിടത്തും ഞാൻ പോയിരുന്നു. എല്ലാ വാർഡുകളിലുമുള്ള വോട്ടർമാരെയും പ്രവർത്തകരെയൊക്കെ കണ്ടിരുന്നു. എല്ലാവർക്കും നല്ല ആവേശത്തോടെയാണ് കാര്യങ്ങളുള്ളത്. എവിടെയെങ്കിലും പ്രശ്നബദ്ധ മേഖല ഒന്നുമില്ല. അയ്യങ്കുന്നിൽ വളരെ സമാധാനപരമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വളരെ സൗഹാർദ്ദപരമായ ജനാധിപത്യത്തിന്റെ മനോഹരമായ ഒരു ഒരു പ്രകടനമാണ് കാണുന്നത്. ഒരു സ്ഥലത്തും വളരെ സൗഹൃദത്തോടെ, നമുക്കറിയാം പല വാർഡുകളിൽ ചെന്നപ്പോൾ നമുക്ക് സ്ലിപ്പ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ പരസ്പര സൗഹാർദ്ദത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കാണുന്നു. അത് വളരെ സന്തോഷകരമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. നമസ്കാരം, ലേർ എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കരിക്കോട്ടക്കരി വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കാർ ചിഹ്നത്തിലെ സെറീന ചേച്ചിയാണ്. സെറീന ചേച്ചി എങ്ങനെ ആണ് ഇതൊക്കെ? അല്ലേ, ആത്മവിശ്വാസമുണ്ട്, വിജയിക്കാന്നുള്ള പ്രതീക്ഷയുണ്ട്. രാവിലെ ഇറങ്ങിയതാണോ? രാവിലെ ഇറങ്ങി. ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് അനുകൂലം. പ്രശ്നബാധിത ഒന്നുമില്ല. അടിപൊളിയായിട്ട്. 11ാം വാർഡ് സ്ഥാനാർത്ഥിയായ ലിസി തോമസിച്ചാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് പുള്ളിക്കാരത്തിൽ നിന്ന് നമുക്ക് ബന്ധപ്പെടാം. ചേച്ചി എങ്ങനെയുണ്ട് ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 11ാം വാർഡില് ഇവിടുത്തെ വലിയർമങ്കരി 11ാം വാർഡില് LDFന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഇവിടെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഏതാണ് ചിഹ്നം ജീപ്പാണ്. രാവിലെ വന്നതാണ്. 5 മണിയായപ്പോ തന്നെ ഇവിടെ എത്തി. ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, വിജയപ്രതീക്ഷയിലാണ്. ഓക്കെ.